ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തന്നെ ഒരു സബ്സ്ക്രൈബർ തന്നൊരു സ്റ്റോറിയാണേ. പുതുതായിട്ട് സ്റ്റോറി തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബറുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ലാസ്റ്റ് നിങ്ങൾ കേട്ടിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ മാധവേട്ടൻ്റെ വീട്ടിലേക്ക് വരികയാണ്. കഴിഞ്ഞ 2 ദിവസം എൻ്റെ വീട്ടിലായിരുന്നു, എൻ്റെ അമ്മയുടെ കൂടെ. മാധവേട്ടൻ എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മകനാണ്. കഴിഞ്ഞ കുറേ ദിവസമായി കുട്ടികൾ ഇവിടെ എൻ്റെ അമ്മയുടെ കൂടെ ആയിരുന്നു. ഒരാഴ്ച മുമ്പാണ് മാധവേട്ടൻ്റെ അമ്മ ഇവിടെ വന്ന് കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോയത്. കുട്ടികൾ വെക്കേഷനായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതാണ്. ഞാൻ അവരെ കൂട്ടാൻ വന്നതാ. ഞാൻ മാലതി, എൻ്റെ കുട്ടികളാണ്. ഞാനും ഭർത്താവും 2 കുട്ടികളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഭർത്താവ് ഗൾഫിലാണ്. എന്നെ കല്യാണം കഴിച്ച് വിട്ടത് ആലപ്പുഴയിലേക്കാണ്. എൻ്റെ വീട് മുണ്ടക്കയം ഭാഗത്തും. കുട്ടികൾ ഒരാൾ 3ലും ഒരാൾ 5ലും പഠിക്കുന്നു. ഞാനൊരു ഓട്ടോയിലാണ് മാധവേട്ടൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അവിടെ മാധവേട്ടനും അമ്മയും മാത്രമേ ഉള്ളൂ. മാധവേട്ടൻ പട്ടാളത്തിലായിരുന്നു. പുള്ളി കല്യാണം കഴിച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഡിവോഴ്സായി. ഒരു മോളുണ്ടായിരുന്നു. ആ കുഞ്ഞും മാധവേട്ടൻ്റെ ഭാര്യയുടെ കൂടെയാണ്. മാധവേട്ടൻ്റെ അമ്മയുമായി ആ പെണ്ണ് ചേരില്ല. അമ്മയുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്. ചെറുപ്പത്തിൽ തന്നെ മാധവേട്ടൻ്റെ അച്ഛൻ മരിച്ചു പോയിരുന്നു. സഹോദരൻ ഒരാൾ കല്യാണം കഴിച്ച് മാറി താമസിക്കുന്നു. അങ്ങനെ ഞാൻ മാധവേട്ടൻ്റെ വീടിന് മുന്നിൽ ഇറങ്ങി. ഓട്ടോക്കാരന് കാശ് കൊടുക്കുമ്പോൾ കുട്ടികൾ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു, ഒപ്പം അമ്മായിയും. വീട്ടിൽ കയറിയപ്പോൾ അമ്മായി എനിക്ക് കുടിക്കാൻ വെള്ളം തന്നു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അമ്മായി എന്നോട് വിശേഷം ചോദിച്ചു. ഞാൻ അതിനൊക്കെ മറുപടി കൊടുത്തു. കുട്ടികൾ ഇവിടെ ഹാപ്പിയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഉച്ചയാകാറായി. ഞാനും അമ്മായിയും അടുക്കളയിൽ നിൽക്കുമ്പോൾ മാധവേട്ടൻ കയറി വന്നു. പുള്ളി പറമ്പിൽ പണിയായിരുന്നു. ഇപ്പോൾ പട്ടാളത്തിൽ നിന്ന് പോന്നിട്ട് ഏതാണ്ട് 8 വർഷം കഴിഞ്ഞു. ഇപ്പോൾ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പുള്ളി വെളിച്ചത്തിൽ നിന്ന് കയറി വന്നുകൊണ്ട് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. അമ്മായിയോട് ചോദിച്ചു, ആരാ അമ്മയത്? ഞാൻ ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. അമ്മായി പറഞ്ഞു, എടാ അത് മാലതിയാണ്, മാളു. മാധവേട്ടൻ എന്നെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടി മാളു, നീ ആയിരുന്നോ? കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഏതാ ഈ പെണ്ണെന്ന്. അതെ അതെ, മാധവേട്ടൻ വിചാരിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാൻ ടോപ്പും ലെഗിൻസുമാണ് എൻ്റെ വേഷം. മാധവേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എടി മാളു, എനിക്ക് സത്യമായിട്ടും മനസ്സിലായില്ല. നിൻ്റെ പഴയ വണ്ണമൊക്കെ അങ്ങ് പോയി. നീ നേരത്തെ നല്ല തടിച്ചിയായിരുന്നല്ലോ. മാധവേട്ട, ഞാൻ 1 വർഷമായിട്ട് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ വണ്ണം കുറഞ്ഞത്. ഞാൻ പറഞ്ഞു, അത് ശരിയായിരിക്കും. ഏതായാലും നിനക്ക് ഗ്ലാമർ വെച്ചിട്ടുണ്ട്, നല്ല ഷേപ്പും. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ മനസ്സിലാകാത്തെ. ഞാൻ വിചാരിച്ചു ഏതാ ഈ സുന്ദരിയെന്ന്. മാധവേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കും ചിരി വന്നു. അല്ലേലും ഒരാണ് സുന്ദരി എന്നൊക്കെ പറയുമ്പോൾ ആർക്കായാലും സന്തോഷമുണ്ടാകും. അപ്പോഴേക്കും കുട്ടികൾ അങ്ങോട്ട് വന്നു. മാധവേട്ടൻ കുട്ടികളുമായി നല്ല കമ്പനിയായി തമാശ പറഞ്ഞ് ചിരിക്കുന്നു. മാധവേട്ടന് കുട്ടികളെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. അത് കുട്ടികളെ കൊഞ്ചിക്കുന്ന കാണുമ്പോൾ മനസ്സിലാകും. ഞാൻ മാധവേട്ടന് ഉച്ചയ്ക്കുള്ള ചോറ് വിളമ്പിക്കൊടുത്തു. ഒപ്പം കുട്ടികളും അമ്മായിയും ഇരുന്നു. എല്ലാവർക്കും ഫുഡ് വിളമ്പിയിട്ട് ഞാനും ഇരുന്നു. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. ഞാൻ മാധവേട്ടനോട് ചോദിച്ചു, ഇപ്പോൾ എന്നാ മാധവേട്ട പണി? എടി, ഞാൻ കപ്പ നടാനുള്ള കുടം വെട്ടുമായിരുന്നു. അമ്മായി പറഞ്ഞു. എടി, ഇവനല്ല ഏരിയ വെട്ടുന്നത്, ചെറിയ ഹിറ്റാച്ചിയുണ്ട്, അതാ കപ്പയ്ക്ക് ഉടൽ വെട്ടുന്നത്. ഞാൻ മാധവേട്ടനെ നോക്കി. പുള്ളി ചിരിച്ചിട്ട് പറഞ്ഞു, മാളു, ഇപ്പോൾ പണിയൊക്കെ ചെയ്യാൻ മെഷീനുണ്ടല്ലോ. ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിട്ട് മാധവേട്ടൻ പണിക്കാർക്കുള്ള ചോറുമായി പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കുട്ടികളും വണ്ടി പണിയുന്നത് കാണാൻ ചെന്നു. മാധവേട്ടൻ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. ഞാനും പുച്ചിരിച്ചു. നിരന്ന കണ്ടം, അതിൽ വാഴ കുറേയുണ്ട് ഒരു സൈഡിൽ. പിന്നെയുള്ള കണ്ടത്തിലാണ് കപ്പയ്ക്ക് ഏരിയ വെട്ടുന്നത്.
ചെറിയ ഹിറ്റാച്ചി കൊണ്ട് കപ്പയ്ക്ക് കൂടാമിടുന്നത്. ഞാനത് നോക്കി നിന്നു. ഞാൻ മാധവേട്ടനോട് ചോദിച്ചു, ആ കണ്ടത്തിനപ്പുറത്തെ റബ്ബർ തോട്ടം നമ്മുടെയാണോ? അത് വേറെയാ. ആ കണ്ടത്തിനപ്പുറത്ത് ഒരു ചെറിയ തോട് കണ്ടോ? അവിടെ വരെ നമ്മുടെ സ്ഥലമാണ്. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരല്പം ചെരിവുണ്ട്. അവിടെ മറ്റ് കൃഷികളാണ്. മാധവേട്ടൻ എന്നോട് ചോദിച്ചു, അല്ല മാളു, നിന്റെ നായകൻ വരാറായില്ലേ? ഞാനൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, 1 വർഷം കഴിയും. പുള്ളി എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, വലിയ കഷ്ടമാണല്ലോ. എനിക്ക് ചിരി വന്നു. ഞാൻ പറഞ്ഞു, എന്നാ ചെയ്യാൻ പറ്റും, സഹിക്കുകയല്ലാതെ. മാധവേട്ടൻ എന്നെ മൊത്തം കണ്ണുകൊണ്ട് ഒഴിഞ്ഞു നോക്കി. എനിക്ക് എന്തോ പോലെ തോന്നി. ഞാൻ ചോദിച്ചു, എന്താ മാധവേട്ട ഇങ്ങനെ നോക്കുന്നേ? ഏയ് വെറുതെ, നിന്റെ സൗന്ദര്യം കണ്ട് നോക്കിയതല്ലേ. എനിക്ക് നാണം കലർന്ന ചിരി വന്നു. ഞാൻ ചോദിച്ചു, മാധവേട്ടനൊരു കല്യാണം കഴിച്ചുകൂടെ? എൻ്റെ മാളു, ഈ അമ്മയുമായി ഒരു പെണ്ണ് സഹകരിച്ചു പോകില്ല. ഞാനായിട്ട് ഇനി ഒരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ച് കളയണോ? ഞാൻ മാധവേട്ടനെ നോക്കി. ഏട്ടൻ നിസ്സഹായത കലർന്ന രീതിയിൽ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇനി ഒരു കല്യാണം വേണ്ട. നിൻ്റെ അമ്മായിയമ്മ എങ്ങനെയുണ്ട്? ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ സ്വന്തം വീട് വെച്ച് മാറിയല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. മാധവേട്ടൻ ചിരിച്ചു. അല്ലെങ്കിൽ നീ ദുഃഖിച്ചേനെ. മാധവേട്ട, ഞാൻ വേണേ ഒരു പെണ്ണ് നോക്കാം. നിന്നെപ്പോലൊരു പെണ്ണിനെ കിട്ടുമോ? നിന്നെപ്പോലെ മുടിയും നിന്നെപ്പോലെ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പെണ്ണിനെ കിട്ടുമോ? എന്നെപ്പോലുള്ള പെണ്ണിനെ കിട്ടണമെങ്കിൽ എന്നെ കിട്ടണം. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മാധവേട്ടൻ എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, നീ കെട്ടിപ്പോയില്ലേ? അല്ലെങ്കിൽ നീ സമ്മതിക്കുമോ നിന്നെ ഞാൻ കെട്ടാൻ? ഞാൻ പുഞ്ചിരിച്ചു. മാധവേട്ടൻ നല്ല ആരോഗ്യമുള്ള ആളാണ്. അത്യാവശ്യം പൊക്കവും വണ്ണവും. പട്ടാളത്തിലായിരുന്നു കൊണ്ട് സ്ഥിരം വ്യായാമം ചെയ്യുന്നത് കൊണ്ടും ഇപ്പോഴും നല്ല ആരോഗ്യമുണ്ട്. അതുപോലെ തന്നെ കാണാനും കൊള്ളാം. നല്ല വെളുത്ത ശരീരം, കട്ടി മീശയും നല്ലതുപോലെ മുടിയുമുണ്ട്. 42 വയസ്സിലും മാധവേട്ടൻ കരുത്തനാ. ഞാൻ ചിന്തിച്ചു. ഞാനും മാധവേട്ടനും കുറച്ചു നേരം സംസാരിച്ചു നിന്നു. അപ്പോഴൊക്കെ ഹിറ്റാച്ചി ഓടിക്കുന്ന പയ്യൻ അവൻ എന്നെ നോക്കുന്നുണ്ട്. ഞാനത് മാധവേട്ടനോട് പറഞ്ഞു, മാധവേട്ട, ആ വണ്ടി ഓടിക്കുന്നവൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അത് കേട്ട് മാധവേട്ടൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാളു, നീ സുന്ദരിയല്ലേ, അതുകൊണ്ടാണ് അവൻ നോക്കുന്നേ. നിന്റെ ഭംഗി അവൻ ആസ്വദിക്കട്ടടി. അങ്ങനെ ഇപ്പം എന്നെ നോക്കണ്ട, ഞാൻ കയറിപ്പോവുക. വാ പിള്ളേരെ, ഞാൻ പറഞ്ഞു. അത് കേട്ട് മാധവേട്ടൻ ചിരിച്ചു. ഞാൻ അവിടെ നിന്ന് കുട്ടികളുമായി കയറിപ്പോന്നു. പിന്നെ അമ്മായി അടുക്കളയിൽ സഹായിച്ചു. അപ്പോഴൊക്കെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു. അന്ന് വൈകുന്നേരം ഞാനും അമ്മായിയും കുട്ടികളും കൂടി അമ്പലത്തിലൊക്കെ പോയി. എന്നോട് അമ്മായി പറഞ്ഞു, മാളു, നീ 2 ദിവസം നിന്നിട്ട് പോയാൽ മതി കേട്ടോ. ഞാനത് സമ്മതിച്ചു. വീട്ടിൽ വന്നപ്പോഴും എന്നോട് മാധവേട്ടൻ ഒരുപാട് സംസാരിച്ചു. കുട്ടികളോട് തമാശ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഞാൻ മാധവേട്ടന് കാപ്പിയുമായി ചെല്ലുമ്പോൾ പുള്ളി റൂമിലില്ല. ഞാൻ അമ്മായിയോട് ചോദിച്ചു, മാധവേട്ടൻ എവിടെ പോയി അമ്മായി? എടി, അവൻ പറമ്പിൽ കാണും. ഞാൻ ചായ അടുക്കളയിൽ വെച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. കുട്ടികൾ മുറ്റത്ത് നിൽപ്പുണ്ട്. അവർ പറഞ്ഞു, മാമൻ കോഴിയെ പിടിക്കാൻ തോക്കുമായിട്ട് താഴോട്ട് പോയെന്ന്. ഞാൻ അവർ പറഞ്ഞ ചാൽ നോക്കി മെല്ലെ നടന്നു. കുറച്ച് താഴെ ചേട്ടൻ നിൽപ്പുണ്ട്. എന്നെ കണ്ടിട്ട് മിണ്ടാതെ വരാൻ ആംഗ്യം കാണിച്ചു. ഞാൻ മെല്ലെ നടന്നു ചെന്നു. ഞാൻ മാധവേട്ടൻ്റെ അടുത്തെത്തി. എന്നോട് പറഞ്ഞു, മിണ്ടല്ലേ, ദേ കണ്ടോ കോഴി? കുറേ കാട്ടുകോഴിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് നോക്കി. കുറേ കോഴിയും കുഞ്ഞും അങ്ങ് താഴെയുണ്ട്. ചേട്ടൻ എയർഗൺ കൊണ്ട് ഉന്നം പിടിച്ച് നിൽപ്പുണ്ട്. പുള്ളി ഒരു മുണ്ട് മാത്രമേ ഉടുത്തിട്ടുള്ളൂ. നെഞ്ചിലെ മസിലും കയ്യിലെ മസിലും ഞാൻ നോക്കി നിന്നു. എന്നെ ഒന്ന് നോക്കിയിട്ട് മാധവേട്ടൻ വീണ്ടും കോഴിയെ ഉന്നം വെച്ചു. ഞാൻ ചേട്ടനോട് ചേർന്ന് നിന്നിട്ട് മെല്ലെ ചോദിച്ചു, മാധവേട്ട, എന്നെ ഒന്ന് വെടിവെക്കാൻ പഠിപ്പിക്കുവോ? എന്നെ നോക്കിയിട്ട് പതുക്കെ പറഞ്ഞു, നിനക്ക് വെടിവെക്കുന്ന ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഞാൻ ചേട്ടൻ്റെ തോളിൽ തല കൊണ്ട് ചെന്നിട്ട് മെല്ലെ പറഞ്ഞു, എടി, നീ മുന്നിൽ വന്ന് നിൽക്ക്. ഞാൻ ചേട്ടൻ്റെ മുന്നിൽ നിന്നു. എൻ്റെ കയ്യിൽ തോക്ക് തന്നിട്ട് പറഞ്ഞു, പിടിച്ചോ, എന്നിട്ട് ഏതെങ്കിലും ഒരു കോഴിയെ ഉന്നം വെക്ക്. ഞാൻ ഒരു പൂവൻ കോഴിയെ ഉന്നം വെച്ചു. എന്നിട്ട് പറഞ്ഞു, മാധവേട്ട,
ഞാനൊരു പൂവൻകോഴി ഉന്നം വെച്ചിട്ടുണ്ട്. അല്ലേലും നീ പൂവനെ ഉന്നം വെക്കൂ, ചേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചേർന്ന് നിന്നിട്ട് ഞാൻ പിടിച്ച തോക്കിൻ്റെ ഭാഗത്ത് എൻ്റെ കൈക്ക് മുകളിൽ പിടിച്ചു. എൻ്റെ തോളിൽ മുഖം ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, കറക്റ്റ് ഉന്നം ആയിരിക്കണം, നിൻ്റെ കൈ വിറയ്ക്കില്ലേ? ചേട്ടൻ്റെ അരക്കെട്ട് എൻ്റെ പിൻഭാഗത്തോട് ചേർന്ന് നിന്നു. ഞാൻ ചുരിദാറാണ് ഇട്ടിരിക്കുന്നത്. ലെഗിങ്സിൽ എൻ്റെ തുട തെളിഞ്ഞ് കാണാം. ചേട്ടൻ വലത് കൈ എൻ്റെ വയറിൽ പിടിച്ചമർത്തി ചേട്ടനോട് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, നേരെ നിൽക്കടി. ഞാൻ അല്പം നിവർന്നു നിന്നു. എൻ്റെ പിന്നിലേക്ക് ചേട്ടൻ കൂടുതൽ ചേർന്ന് നിന്നിട്ട് പറഞ്ഞു, ഇനി കാഞ്ചി വലിച്ചോടി. ഞാൻ പെട്ടെന്ന് കാഞ്ചി വലിച്ചു. വെടിയൊച്ച കേട്ടപ്പോൾ കോഴിയെല്ലാം പറന്നുപോയി. വെടി കൊണ്ടില്ല, ഞാൻ പറഞ്ഞു. എടി മാളു, നിൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാ. ചേട്ടാ, ഞാൻ ആദ്യമായിട്ടല്ലേ, എനിക്കൊരു തവണ കൂടി വെടിവെക്കാൻ താ. ചേട്ടൻ ഉണ്ടയിട്ടിട്ട് എൻ്റെ കയ്യിൽ തോക്ക് തന്നിട്ട് പറഞ്ഞു, നീ നേരെ നിൽക്ക്, നീ തോക്ക് ചുമ്മാ അനക്കല്ലേ. എന്നിട്ട് എന്നോട് ചേർന്ന് നിന്നിട്ട് ഞാൻ പിടിച്ച തോക്കിൻ്റെ മുകളിൽ എൻ്റെ കൈയോട് ചേർത്ത് പിടിച്ചു. മാളു, ഇതുപോലെ കൈ അനക്കാതെ പിടിക്കണം. ഞാൻ മൂളി. എന്നോട് കൂടുതൽ ചേർന്ന് നിന്നിട്ട് എൻ്റെ തോളിൽ മുഖം വെച്ചിട്ട് പറഞ്ഞു, മാളു, നീ ധൈര്യമായിട്ട് നിൽക്ക്, കോൺഫിഡൻസോടു കൂടി. ഓക്കെ മാധവേട്ടാ. ചേട്ടൻ എൻ്റെ വയറിൽ വലത് കൈ അമർത്തി ചേട്ടനോട് ചേർത്ത് പിടിച്ചു. ചേട്ടൻ്റെ ശ്വാസം എൻ്റെ കവിളിൽ അടിച്ചു. എനിക്കെന്തോ ഒരാണിൻ്റെ സാമീപ്യം ആവശ്യം പോലെ തോന്നി. എൻ്റെ ഭർത്താവ് പോയിട്ട് 1 വർഷമായി. ഇനി 1 വർഷം കഴിഞ്ഞേ വരൂ. ഞാൻ ഒരാണിൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നു. ഞാൻ മാധവേട്ടനോട് ചേർന്ന് നിന്നു. എൻ്റെ ദേഹം വിയർത്തു തുടങ്ങി. എൻ്റെ നെറ്റിയിലൂടെ കഴുത്തിൽ കൂടി വിയർപ്പിൻ്റെ തുള്ളികൾ വന്നു തുടങ്ങി. മാധവേട്ടൻ എന്നോട് ചോദിച്ചു, എന്നാടി നീ പെട്ടെന്ന് വിയർക്കുന്നത്? അറിയില്ല മാധവേട്ട, ഞാൻ പറഞ്ഞു. ഞാൻ ലക്ഷ്യമില്ലാതെ മാധവേട്ടൻ്റെ സമീപനം ആഗ്രഹിച്ചു നിന്നു. മാധവേട്ടൻ്റെ മണം എനിക്ക് അനുഭവപ്പെട്ടു. എന്നോട് കൂടുതൽ ചേർന്ന് നിന്നിട്ട് എൻ്റെ വയറിൽ അമർത്തി. എൻ്റെ മാധവേട്ടൻ നന്നായി അമരുന്നുണ്ട്. എന്നിലെ പെണ്ണ് ഉണർന്നു തുടങ്ങി. എടി മാളു, വെടിവെക്കുന്നില്ലേ? എന്നോട് ചോദിച്ചു. ഞാൻ സത്യത്തിൽ വേറെ ഏതോ ലോകത്തെന്ന പോലെ നിന്നു. എടി വെക്കടി വെടി, എൻ്റെ കാതിൽ പറഞ്ഞു. ഞാൻ കാഞ്ചി വലിച്ചു. വെടി പൊട്ടി. ഠേയ്. ഞാൻ മാധവേട്ടനോട് ചേർന്ന് നിന്നു. എടി നീ വിയർത്തല്ലോടി ഒരു വെടിവെട്ട് വെച്ചപ്പോൾ. ഞാൻ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പുഞ്ചിരിച്ചു. നിൻ്റെ വിയർപ്പിൻ്റെ മണം നല്ല രസമുണ്ട്, എൻ്റെ തോളിൽ മുഖം വെച്ചുകൊണ്ട് പറഞ്ഞു. മാധവേട്ടനും നല്ല വിയർപ്പ് മണമുണ്ട്. ഞാനും പറഞ്ഞു, എടി ഇനി നിനക്ക് വെടിവെക്കണോ? ഞാൻ ചിരിച്ചുകൊണ്ട് പുറകോട്ടൊന്ന് തള്ളി നിന്നു. മാധവേട്ടൻ ചാർജ് ആയത് ഞാൻ അറിഞ്ഞു. ഞാൻ ചിരിച്ചുകൊണ്ട് മാറിയിട്ട് പറഞ്ഞു, ഇനി എനിക്ക് പിന്നെ വെടിവെച്ചാൽ മതി. നീ പറഞ്ഞാൽ മതി, നിന്നെ ഞാൻ വെടിവെക്കാൻ പഠിപ്പിക്കാം. ഞാൻ ചേട്ടൻ്റെ ഭാവമാറ്റം ശ്രദ്ധിച്ചു. ചേട്ടൻ എൻ്റെ മാറിലേക്ക് നോക്കി. എൻ്റെ അവിടെയൊക്കെ നോക്കി വെള്ളമിറക്കി. ഞാനത് ശ്രദ്ധിച്ചു. ഞാൻ അല്പം ഒന്ന് കുനിഞ്ഞുകൊണ്ട് കാല് ചൊറിഞ്ഞു. അപ്പോൾ ചേട്ടനെ ആഗ്രഹിക്കുന്ന പോലെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ കുനിഞ്ഞത്. ചേട്ടൻ അവിടേക്ക് നോക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് നിവർന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കല്പം പണിയുണ്ട്, വാ മാധവേട്ട, ചായ എടുത്ത് വെച്ചേക്കുവാ. മാധവേട്ടൻ എൻ്റെ ഒപ്പം നടന്നു വന്നു. കുറേ കഴിഞ്ഞപ്പോൾ പുള്ളി കുളിയും കഴിഞ്ഞ് ബൈക്കെടുത്ത് പോയി. ഞാനും അമ്മായിയും അടുക്കളയിൽ പണി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പണിക്കാരനെ കൊണ്ടുവന്നു, ഒരു ഭായി. ഞാനും കുട്ടികളും മുറ്റത്ത് നിൽക്കുമായിരുന്നു. അവൻ ബൈക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ എന്നെ നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. അവൻ എൻ്റെ ചോര കുടിക്കുന്ന പോലെയാണ് നോക്കുന്നത്. ഒരു കറുത്തിട്ട് കണ്ടാൽ 18 19 വയസ്സ് തോന്നിക്കും. ഞാനും കുട്ടികളും അവനെ നോക്കി. മാധവേട്ടൻ പറഞ്ഞു, മാളു, നീ കപ്പ നടാൻ വരുന്നുണ്ടോ? ഇല്ല, ഞാൻ അവനെ നോക്കി പറഞ്ഞു. അതെന്നാടി? ഞാൻ വന്നാൽ കപ്പ നടൽ നടക്കില്ല. കണ്ടില്ലേ, ഇവൻ വന്നപ്പോൾ മുതൽ എന്നെ നോക്കി നിൽക്കുന്നത്. ഞാൻ വന്ന അവിടെ വെച്ച് ഇവൻ എന്നെ നോക്കി നിൽക്കത്തേ ഉള്ളൂ. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് രസമല്ലേടി, നിൻ്റെ സൗന്ദര്യം അവൻ ആസ്വദിക്കട്ടെ. ചേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആഹാ, അങ്ങനെ പോയി കരിഞ്ഞവൻ എന്നെ നോക്കണ്ട. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മാളു, നീ ഇതൊക്കെ കാര്യമാക്കല്ലേ. അപ്പോഴേക്കും അമ്മായി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, മാധവ, ഞാൻ ആശുപത്രിയിൽ പോകും. അതെനിക്കറിയാം അമ്മേ,
ഇന്നമ്മ അമ്മാവൻ്റെ വീട്ടിൽ പോയിട്ടേ വരുള്ളൂ. അത് നിനക്കറിയില്ലേ, ഞാൻ ആശുപത്രിയിൽ പോയി എന്നും അവിടെ പോയിട്ടേ വരുള്ളൂ എന്ന് അമ്മായി അല്പം ഗൗരവത്തിൽ മാധവേട്ടനോട് പറഞ്ഞു. എന്നെ നോക്കിയിട്ട് അമ്മായി പറഞ്ഞു, മാളു, ഉച്ചയ്ക്ക് ഇവനും പണിക്കാർക്കും ചോറ് കൊടുത്തേക്ക്. എടാ മാധവ, മാളു ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും. അമ്മായി മാധവേട്ടനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. എന്നോട് മാധവേട്ടൻ പറഞ്ഞു, മാളു, എൻ്റെ കാശ് കളയാൻ വേണ്ടി ഓട്ടോ വിളിച്ച് എല്ലാ ആഴ്ചയും ഹോസ്പിറ്റലിൽ പോക്കാം. അവിടെ നിന്ന് അമ്മാവൻ്റെ വീട്ടിലേക്ക്. ഇവിടുത്തെ എല്ലായിടത്തെയും കുറ്റം പറയാനും അറിയാനുമായി പോകുന്നതാ തള്ള. പോട്ടെ മാധവേട്ട, പ്രായമായ ആളല്ലേ. എടി മാളു, നിനക്ക് ഈ തള്ളയെ അറിയില്ല. അപ്പോഴേക്കും അമ്മായി വീണ്ടും വന്നിട്ട് എന്നോട് പറഞ്ഞു, മാളു, ഞാൻ പിള്ളേരെ കൊണ്ടുപോയിക്കോട്ടെ? അവർ വരുമെങ്കിൽ കൊണ്ടുപോ. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ നോക്കി മാധവേട്ടൻ പറഞ്ഞു. ഞാൻ മാധവേട്ടനോട് പറഞ്ഞു, കുട്ടികളെയും കൂടെ കൊണ്ടുപോട്ടല്ലേ? ചേട്ടൻ ചിരിച്ചു. എന്നിട്ട് ചേട്ടൻ ആ ഭായിയുമായി പറമ്പിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മായി കുട്ടികളുമായി പോയി. ഞാൻ എൻ്റെയും കുട്ടികളുടെയും ഡ്രസ്സ് കഴുകി. ഞാൻ കുളിച്ചു. ഞാനൊരു ഇളം മഞ്ഞ നൈറ്റി എടുത്തിട്ട് നന്നായി മേക്കപ്പ് ചെയ്തു. മാധവേട്ടനെ ഒന്ന് കൊതിപ്പിക്കണം. ഇവിടെ അമ്മായിയില്ല. നൈറ്റിയിൽ എൻ്റെ ബോഡി ഷേപ്പ് തെളിഞ്ഞ് കാണാം. പിന്നിലെ മുഴുപ്പും മുന്നിൽ മാറിടത്തിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന മാലയും. ഉച്ചയ്ക്ക് മാധവേട്ടൻ ചോറുണ്ണാൻ കയറി വന്നപ്പോൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, മാളു, നീ ഇന്ന് വല്ലാണ്ട് സുന്ദരിയായിട്ടുണ്ട്. നിന്നെ ഇങ്ങനെ കണ്ട ആ പണിക്കാരൻ ഭായി നിൻ്റെ ദേഹത്ത് നിന്ന് കണ്ണെടുക്കില്ല. ഞാൻ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മാധവേട്ട, ഞാനല്ലേലും സുന്ദരി പെണ്ണല്ലേ? അതേടി, നീ സുന്ദരിയല്ലേ. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ. മാധവേട്ടൻ അത്രയും പറഞ്ഞിട്ട് നിർത്തി. ബാക്കി പറ മാധവേട്ട. ഞാൻ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. പറയണോ? പറ. ഞാൻ വീണ്ടും കൊഞ്ചി. ചേട്ടൻ ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു, നീ നല്ല അസ്സല് ചരക്കല്ലേ, ഏതാണിനെയും മനസ്സിലാക്കുന്ന മേനക. ഞാൻ ചിരിച്ചു പോയി. എന്നിട്ട് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാധവേട്ടനും മോശമല്ല. ഏത് പെണ്ണും ആഗ്രഹിക്കുന്ന ശരീരമല്ലേ മാധവേട്ടൻ്റെ. ചേട്ടൻ എന്നെ നോക്കി. ഞാൻ നോട്ടം നിലത്തേക്കാക്കി. ഞാൻ പിരികത്തിലൂടെ മാധവേട്ടനെ നോക്കി. അപ്പോൾ ചേട്ടൻ എൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, വേണ്ടാത്ത സ്ഥലത്തുള്ള ഈ നോട്ടം ശരിയല്ല. ചേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആരാ പറഞ്ഞ വേണ്ടാത്ത സ്ഥലമാണെന്ന്? ആണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം പെണ്ണുങ്ങളുടെ ഇവിടെയാ. ഞാൻ നാണത്തോടെ ചേട്ടനെ നോക്കി. എടി മാളു, നിൻ്റെ മുന്നഴകും പിന്നഴകും നിൻ്റെ ഭംഗി അറിയാവോ? ഞാൻ ചേട്ടനെ നോക്കി പുഞ്ചിരിച്ചു. ചേട്ടൻ ടേബിളിലിരുന്ന് ഞാൻ ഫുഡ് വിളമ്പി കൊടുത്തു. നീ ഇരിക്കടി മാളു, ചേട്ടൻ പറഞ്ഞു. ഞാൻ പിന്നെ കഴിച്ചോളാം. ഞാൻ അല്പം നാണത്തോടു കൂടി പറഞ്ഞു. നീ ഇരിക്കു പെണ്ണേ, ചേട്ടൻ എന്നോട് പറഞ്ഞു. ചേട്ടൻ കഴിക്ക്. എടി മാളു, നീ ഇരിക്കടി. ഇവിടെ ഇപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നീ ഇരുന്നു പെണ്ണേ. ഞാനും ഇരുന്നു. ഞങ്ങൾ സംസാരിച്ചു കൊണ്ട് ഭക്ഷണം കഴിച്ചു. ചേട്ടൻ പണിക്കാർക്കുള്ള ചോറുമായി പോകാൻ തുടങ്ങുമ്പോൾ പറഞ്ഞു, എടി മാളു, നീ താഴോട്ട് വാ. അവൻ നിന്നെ കണ്ട് കൊതി വിടട്ടെ. പോ ചേട്ടാ. എടി വാടി, അവിടെ ഞാനില്ലേ, എനിക്ക് നിന്നെ കാണാമല്ലോ. ഞാൻ ചിരിച്ചു. എന്നിട്ട് ഞാനും വാതിലടച്ചിട്ട് തലയിലൊരു തോർത്തു ഇട്ടുകൊണ്ട് ചേട്ടൻ്റെ കൂടെ നടന്നു. ഞങ്ങൾ തമാശ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഞാനും ചിരിച്ചു. അവനോട് കൈ കഴുകി വരാൻ മാധവേട്ടൻ ഹിന്ദിയിൽ പറഞ്ഞു. ഞാൻ മാധവേട്ടനോട് ചോദിച്ചു, അവന് മലയാളം അറിയില്ലേ? അവന് ഹിന്ദി പോലും ശരിക്കും അറിയില്ല. അവന് ബംഗാളി ഭാഷയെ അറിയൂ. ഞാൻ ചേട്ടനെ നോക്കി. ചേട്ടൻ ഹിന്ദിയിൽ അവനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൻ കൈ കഴുകി വന്നപ്പോൾ ഞാൻ അവന് ഫുഡ് വിളമ്പി കൊടുത്തു. അവൻ നിലത്തിരിക്കുകയാണ്. അവൻ്റെ ദേഹത്ത് ചെളി പറ്റിയിട്ടുണ്ട്. ഞാൻ കുനിഞ്ഞു നിന്ന് ഫുഡ് വിളമ്പിയപ്പോൾ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ ചാലിലേക്ക് നോക്കി ചിരിച്ചു. അത് മാധവേട്ടൻ കണ്ടു. പുള്ളി എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, നീ അവനെല്ലാം കാണിച്ചു കൊടുക്കുവാണോ? എന്ത്? ഞാൻ മാധവേട്ടനെ നോക്കി ചോദിച്ചു. ചേട്ടൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കറിയില്ലേ ഞാൻ ഉദ്ദേശം എന്താ എന്ന്? ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് മാധവേട്ടനോട് പറഞ്ഞു, ഒന്ന് പോ മാധവേട്ട. ഞാൻ കണ്ടത്തിലേക്ക് നോക്കി. കുറേ കപ്പക്കോല് കുത്തിയിട്ടുണ്ട്. ഞാൻ നോക്കിയിരിക്കുന്നത് കണ്ടിട്ട് മാധവേട്ടൻ ചോദിച്ചു, മാളു, നിനക്ക് കോല് കുത്താൻ ആഗ്രഹമുണ്ടോ? എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാനും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ കോലൊക്കെ കുത്തിയിട്ടുള്ളതാ.
ആണോ? എന്നാ വാ, നമുക്ക് കോല് കുത്താം. അപ്പോഴേക്കും അവൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അവൻ കൈ കഴുകിയിട്ട് മൊബൈലെടുത്ത് ആരോടോ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അവനെ നോക്കിയിട്ട് മാധവേട്ടനോട് പറഞ്ഞു, ഏയ് ഞാനില്ല, എൻ്റെ നൈറ്റിയിൽ ചെളി പറ്റും. എടി മാളു, ആ വാഴത്തോട്ടത്തിൽ വലിയ കുളമുണ്ട്, ചെളി പറ്റിയാൽ അതിലിറങ്ങി കഴുകിയാൽ മതി. ഞാൻ ആ വാഴത്തോട്ടത്തിലേക്ക് നോക്കി. അതിലൊരു കുളം കാണാം. എന്നോട് മാധവേട്ടൻ ചോദിച്ചു, നിനക്ക് നീന്താൻ അറിയാവോടി? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, നിന്നെ പഠിപ്പിക്കണോ? എനിക്ക് പഠിക്കണ്ട. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചേട്ടൻ എൻ്റെ ദേഹത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പഠിപ്പിക്കാടി. അയ്യടാ, എനിക്ക് പഠിക്കണ്ട. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാൽ നിന്നെ ഞാൻ എടുത്ത് വെള്ളത്തിലിടും. എൻ്റെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് ചേട്ടൻ വന്നു. അത് ആ ഭായി നോക്കി. എൻ്റെ അടുത്തേക്ക് ചേട്ടൻ വരുന്നത് എന്നെ പിടിക്കാൻ. ഞാൻ ഒഴിഞ്ഞു മാറിക്കൊണ്ട് പറഞ്ഞു, ചേട്ടാ, അവൻ നോക്കുന്നു. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടി അവൻ കാണട്ടെ, പോ ചേട്ടാ. ഞാൻ വരമ്പിൽ കൂടി ഓടി. എൻ്റെ പിറകെ ചേട്ടനും. മാധവേട്ട, ഞാൻ അമ്മായിയോട് പറഞ്ഞു കൊടുക്കും. ഞാൻ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. നീ എന്നാ പറയും? മാധവേട്ടൻ എന്നെ പിടിക്കാൻ വന്നെന്ന്. ഞാൻ ഓടി ഒരു തെങ്ങിൻ്റെ ചോട്ടിലേക്ക് കയറിയതും എന്നെ പിറകിൽ നിന്ന് മാധവേട്ടൻ പിടിച്ചു. എന്നെ വട്ടം പിടിച്ചുകൊണ്ട് ആ തെങ്ങിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എടി, നീ അമ്മയോട് പറയുമ്പോൾ ഞാൻ നിന്നെ ഉമ്മ വെച്ചെന്നുകൂടി പറ. എന്നെ തെങ്ങിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് എൻ്റെ പിന്നിൽ അമർന്നുകൊണ്ട് എൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. ഞാൻ തെങ്ങിൽ കൈകുത്തി തങ്ങി നിന്നു. എന്നെ വട്ടം കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ആ ഭായി നോക്കി നിന്ന് ചിരിച്ചു. എൻ്റെ വയറിൽ തഴുകിക്കൊണ്ട് എൻ്റെ പുറത്ത് കൂടുതൽ ചേർന്ന് നിന്ന് മാധവേട്ടൻ കെട്ടിപ്പിടിച്ചു. മാധവേട്ട പ്ലീസ്, ആരെങ്കിലും കാണും, ദേ അവൻ നോക്കുന്നു. ചേട്ടൻ അതൊന്നും കേൾക്കാതെ എൻ്റെ പിൻകഴുത്തിലും കവിളിലും ഉമ്മ കൊണ്ട് മൂടി. എൻ്റെ വയറിൽ അമർത്തി ഞെക്കി. എനിക്ക് എതിർക്കാൻ തോന്നിയില്ല. എന്നാലും ഞാൻ ചുമ്മാ പറഞ്ഞു, മാധവേട്ട പ്ലീസ്, ഞാൻ അമ്മായിയോട് പറയും. നീ പറഞ്ഞോടി. ചേട്ടൻ എൻ്റെ വയറിൽ തഴുകി അവിടെ ഇവിടെയൊക്കെ പിടിക്കാൻ തുടങ്ങി. ആ മാധവേട്ട, നീ അമ്മയോട് പറഞ്ഞോടി ഞാൻ നിൻ്റെ കവിളിൽ ഉമ്മ വെച്ചെന്ന്. ഞാൻ അപ്പോഴും തെങ്ങിൽ ചാരി നിൽക്കുവാണ്. എൻ്റെ പുറത്ത് ചാരിക്കൊണ്ട് ചേട്ടൻ അരകൊണ്ട് എൻ്റെ പിന്നിൽ അമർന്ന് കൂടുതൽ പരാക്രമങ്ങൾ തുടങ്ങി. എൻ്റെ ചെവിയിൽ കിസ് ചെയ്തിട്ട് പറഞ്ഞു, നീ സൂപ്പറാ പെണ്ണേ, നിൻ്റെ കെട്ടിയോ നിന്നെ തഴുകാറില്ലേടി? ആ മാധവേട്ട പ്ലീസ്. ചേട്ടൻ എന്നെ കെട്ടിപ്പിടിക്കുന്ന രസത്തിൽ ഞാൻ നിന്നു. ചേട്ടൻ കൂടുതൽ കൈക്രിയകൾ തുടർന്നു. മാധവേട്ട പ്ലീസ്, അവൻ നോക്കി നിൽക്കുക. ഞാൻ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എടി അവൻ കാണട്ടെ, എനിക്ക് നാണവാ. ഞാൻ വട്ടം തിരിയാൻ നോക്കി. എന്നെ തിരിച്ചു നിർത്തിക്കൊണ്ട് എന്നെ തെങ്ങിൽ ചേർത്ത് നിർത്തി എൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. എൻ്റെ ദേഹത്ത് കൂടുതൽ ചേർന്ന് നിന്നു. എന്നെ ശരിക്കും മുതലാക്കാൻ തുടങ്ങി. എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, സുഖിച്ചല്ലേടി? ഞാൻ ആ ഭായിയെ നോക്കി പുഞ്ചിരിച്ചിട്ട് മാധവനോട് പറഞ്ഞു, എന്നെ കൊന്നേനെ, എന്നാ പിടുത്തമായിരുന്നു ചേട്ടാ. ചേട്ടൻ എൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഇന്നലെ കണ്ടപ്പോൾ മുതൽ എനിക്ക് നിന്നോട് മോഹം തുടങ്ങിയതാടി. ആണോ? ഞാൻ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. അതേടി. എന്നെ എടുത്തു പൊക്കി വട്ടം കറക്കിക്കൊണ്ട് താഴെ നിർത്തി. എന്നെ വീണ്ടും കെട്ടിപ്പിടിക്കാൻ വന്നപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറി. വാടി, നമുക്ക് കപ്പക്കോല് കുത്താം. ഞാൻ ചേട്ടനെ നോക്കി ചിരിച്ചു. അതല്ലടി, ദേ കപ്പക്കോൽ. കൂട്ടിയിട്ടിരിക്കുന്ന കപ്പക്കോല് ചൂണ്ടി പറഞ്ഞു. എൻ്റെ കപ്പക്കോല് നിനക്ക് കുത്താൻ വേണോ? ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ കപ്പക്കോൽ എനിക്ക് വേണ്ട. നിനക്ക് വേണ്ടെങ്കിൽ ഞാനത് കുത്തും മോളേ. ചേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കും ചിരി വന്നു. എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ടത്തിലേക്ക് നടന്നു. എടി, നീ ഞാൻ വളവിട്ട സ്ഥലം നോക്കി കോല് കുത്തിക്കോ. ഞാൻ ചേട്ടനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നൈറ്റ് കയറ്റി കുത്തി. എൻ്റെ കാൽമുട്ട് മുതൽ താഴോട്ട് നഗ്നമാണ്. എൻ്റെ കാലിൽ സ്വർണ്ണ കൊലുസിൽ നോക്കി ചേട്ടൻ പറഞ്ഞു, നിൻ്റെ കാലിന് തന്നെ എന്നാ ഭംഗിയാ പെണ്ണെ. എന്നെ കണ്ണ് വെക്കാതെ മാധവേട്ട. ഞാൻ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. ചേട്ടൻ ചിരിച്ചു. ഞങ്ങൾ പറയുന്നതൊക്കെ അവൻ നോക്കി നിന്ന് കണ്ടു. അവൻ എൻ്റെ മേലേക്ക് നോക്കുന്നുണ്ട്. ഇപ്പോൾ അവൻ നോക്കുമ്പോൾ എനിക്ക് രസമായിട്ടാണ് തോന്നുന്നത്. എന്നിൽ അടങ്ങിയിരുന്ന കാമം പുറത്തേക്ക് വരാൻ തുടങ്ങി. ഞാൻ ചെളിയിൽ കൂടി നടന്നുകൊണ്ട് കപ്പക്കോല് കുത്തി.
അവൻ തുമ്പയും കൊണ്ട് മുന്നിൽ നടന്നുകൊണ്ട് ചെറിയ കുഴി കുത്തും. അതിന് പിറകെ മാധവേട്ടൻ ചാണകം ഇടും. അതിന് പിറകെ ഞാൻ കപ്പക്കോല് കുത്തി മൂടി വരും. ഞാൻ കുനിഞ്ഞു മൂടുമ്പോൾ അവൻ്റെ നോട്ടം എൻ്റെ അവിടേക്കാണെന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ മാധവേട്ടനോട് പറഞ്ഞു, മാധവേട്ടാ, അവൻ നോക്കുന്ന കണ്ടോ? മാളു, അവൻ നിൻ്റെ എല്ലാം കണ്ട് നിവൃത്തി അടയട്ടടി മുത്തേ. എൻ്റെ മാധവേട്ടാ, അവൻ നോക്കുമ്പോൾ എനിക്ക് എന്തോ പോലൊക്കെ ആകുന്നു. നിനക്ക് കഴപ്പ് കയറുവാണോടി? എന്നോട് ശൃംഗാരഭാവത്തിൽ ചോദിച്ചു. ഒന്ന് പോ മാധവേട്ടാ. പിന്നെ നിനക്ക് തരിക്കുന്നുണ്ടോ? ഞാൻ മാറ്റിത്തരട്ടെ മോളെ. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വെറുതെ അല്ല മാധവേട്ടൻ്റെ ഭാര്യ ഇട്ടിട്ട് പോയത്. എപ്പോഴും ഈ ചിന്തയല്ലേ? അവരെ ചുമ്മാ വിട്ടിട്ടുണ്ടോ? ഇല്ലടി, ഞാൻ അവളെ ഉറക്കാറില്ല. ഞങ്ങൾ ഇഷ്ടം പോലെ എല്ലാം ചെയ്തു. ഈ കണ്ടത്തിലിട്ട് ഞാൻ അവളെ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എടി മാളു, നിന്നെ ഈ കണ്ടത്തിലിട്ട് പണിയണോ? അയ്യേ, ഞാൻ നാണത്തോടെ പറഞ്ഞു. എനിക്ക് അതുപോലെ ഒരു ആഗ്രഹം വന്നു. എന്നെ ഈ ചെളിയിലിട്ട് പണിയുന്നത് ഞാൻ ഓർത്തുപോയി. ഞങ്ങൾ രണ്ടും കൂടി കെട്ടിപ്പിടിച്ച് മറിയുന്നതും ചേട്ടൻ്റെ ആ പ്രകടനവും ഓർത്തപ്പോൾ തന്നെ എൻ്റെ ദേഹം വിറച്ചു. ഞാനത് ഓർത്ത് നടന്നപ്പോൾ പെട്ടെന്ന് നൈറ്റിയിൽ തട്ടി വീണു. എൻ്റെ നൈറ്റിയിൽ ഒരു സൈഡിൽ ചെളിയായി. എന്നെ പിടിച്ച് ചേട്ടൻ എഴുന്നേൽപ്പിച്ചു. എൻ്റെ ദേഹത്തേക്ക് ചെളിച്ചാറൊഴുകി. എടി, ആ നൈറ്റി ഊരി കഴുകിയിട്. അതിന് സോപ്പ് വേണ്ടേ ചേട്ടാ? നീ ആ കുളത്തിലേക്ക് ചെല്ല്, അവിടെ മോട്ടർ പുരയിൽ സോപ്പുണ്ട്. എനിക്ക് തന്നെ കുളത്തിലിറങ്ങാൻ പേടിയാ. ഞാൻ പറഞ്ഞു. എടി മാളു, ഒരമണിക്കൂർ കഴിഞ്ഞാൽ പണി തീരും, കപ്പ നട്ട് തീരും. ഇതുവരെ നീ ഇങ്ങനെ നിൽക്കേ. അയ്യേ, ഈ ചെളി ദേഹത്തൊട്ടും മാധവേട്ടാ. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ നീ ആ നൈറ്റി ഊരിക്കള. അയ്യേ, എന്തോന്ന് കയ്യേ, നീ ഊരടി. ഇവിടെ ഇപ്പോൾ വേറെ ആരും ഇല്ലല്ലോ. ഇവൻ നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ കണ്ടതല്ലേ? ചേട്ടൻ പറഞ്ഞു. എനിക്കൊരു നാണം പോലെ. പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് നൈറ്റിയിൽ പിടിച്ചു. അതവൻ നോക്കി നിന്നു. ചേട്ടാ, അവൻ നോക്കുന്നു. അവൻ നോക്കട്ടെ, നീ എൻ്റെ ഭാര്യയാണെന്ന് അവൻ വിചാരിച്ചോളൂ. അത് കേട്ടപ്പോൾ എനിക്ക് ആശ്വാസമായി. നീ ഊരടി. ഞാൻ ചേട്ടനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നൈറ്റി ഊരി. എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ചേട്ടന് നിന്നു. അവനും എന്നെ നോക്കി നിൽപ്പുണ്ട്. ഞാൻ നൈറ്റി ഊരി പാവാടയും ഷമ്മിയും ഇട്ട് അവരുടെ മുന്നിൽ നിന്നു. എന്നെ അവർ രണ്ടും നോക്കി. ഇങ്ങനെ നോക്കല്ലേ മാധവേട്ടാ? ഞാൻ കൊഞ്ചി നാണത്തോടു കൂടി പറഞ്ഞു. എന്നെ നോക്കി ചേട്ടൻ പറഞ്ഞു. ഇന്ന് എനിക്ക് നിന്നെ മൊത്തത്തിൽ വേണം മാളു. അതിന് വൈകുന്നേരം അമ്മായി വരും. അത് വൈകുന്നേരമല്ലേ, ഇപ്പോൾ ആയാലോ? എൻ്റെ കയ്യിൽ നിന്ന് നൈറ്റി വാങ്ങിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് എന്നെ ഇടത് കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചേട്ടാ, ഇപ്പോൾ വേണ്ട. അതെന്നാടി? എനിക്ക് നാണമാണ്. നിൻ്റെ നാണം ഞാൻ മാറ്റിക്കൊള്ളാം. ചേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നത് അവൻ നോക്കി നിന്ന് കണ്ട് ചിരിച്ചു. അവനോട് മാധവേട്ടൻ ഹിന്ദിയിൽ ചോദിച്ചു, ഇവളുടെ നൈറ്റി വേണോ എന്ന്. അവൻ ചിരിച്ചുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. എടി, ജെട്ടി വേണമെന്ന് ചോദിക്കട്ടെ? വേണ്ട ചേട്ടാ, ഞാൻ നാണത്തോടു കൂടി പറഞ്ഞു. നീ ഒന്ന് പോടി, അവൻ്റെ മനസ്സിലിരിപ്പ് അറിയാലോ. ചേട്ടാ വേണ്ട. എൻ്റെ കവളിൽ അമർത്തി ഉമ്മ വെച്ചിട്ട് ചേട്ടൻ പറഞ്ഞു. എടി, ഇതൊക്കെ ഒരു രസമല്ലേ? അവൻ ഇന്ന് ഇവിടെ നിന്ന് പോകും, ഇനി അങ്ങോട്ട് വരില്ല. പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? മാധവേട്ടൻ എന്നെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഈ കഥയുടെ ശേഷം നടന്ന കാര്യങ്ങൾ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടാം കേട്ടോ. ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ബാക്കി കേൾക്കാൻ ഇഷ്ടമുള്ളവർ അവിടെ ചെന്ന് കേൾക്കണേ. അപ്പം നമുക്ക് പുതിയ സ്റ്റോറിയായിട്ട് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.